കഴിഞ്ഞ ദിവസം രാത്രി നാട്ടികയിലുണ്ടായ അപകടം ഒരൊറ്റപ്പെട്ട സംഭവമേയല്ല. നമ്മുടെ നാട്ടിലെ പാലങ്ങൾക്കടിയിൽ, ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത്, പാർക്കിങ്ങുകളിൽ, ഫുട്പാത്തുകളിൽ, ഇങ്ങനെ പൊതു ഇടങ്ങളിൽ രാത്രി കഴിച്ചു കൂട്ടുന്നവർ നിരവധി പേർ മരണപ്പെടുന്നുണ്ട്. നാട്ടികയിൽ 5 പേരുടെ ജീവൻ ഒന്നിച്ചു പൊലിഞ്ഞതിനാൽ അത് വലിയ വാർത്തയാവുകയും ചർച്ചയാവുകയും ചെയ്തു. രാത്രികാലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ കിടന്നുറങ്ങുന്നവരുടെ അവസ്ഥ എന്താണ്? തലസ്ഥാനത്തെ സ്ഥിതി പരിശോധിക്കാം. ഇവിടെയാണോ താമസിക്കുന്നത്? ഒരുപാട് കാലമായോ? കഴിഞ്ഞ ദിവസം ഇതേപോലെ കിടന്നുറങ്ങിയ സ്ഥലത്തെ ആക്സിഡന്റ് ആയിരുന്നു. നിങ്ങൾ കിടക്കുന്നുണ്ട്. പിള്ളേരും 2 ഭാര്യയും മരിച്ചു. ലോറിയൊക്കെ പിടിച്ചു. ഇങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ അപകടമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എവിടുന്ന നാടെവിടെയാ? തെങ്കാശിന്ന് വരുന്നതല്ലേ? നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ താമസിക്കുന്നത്? 4 കുടുംബം താമസിക്കുന്നുണ്ട്. 8 പേര്. ഈ ബൈപ്പാസിന്റെ അടിയിൽ തന്നെയാ? ഇങ്ങനെ തെരുവോരങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരിൽ കയറി കിടക്കാൻ ഒരു വീടില്ലാത്തവർ മാത്രമല്ല ഉള്ളത്, സാമൂഹ്യവിരുദ്ധരും ഉൾപ്പെടുന്നുണ്ട്. തകരപ്പറമ്പിലെ ഈ പാലത്തിന് താഴെയുള്ളവരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണെന്ന് ഇവിടെയുള്ള കടക്കാർ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തിയിരുന്നു. അന്ന് പോലീസിനെ ഇക്കൂട്ടർ ഭീഷണിപ്പെടുത്തി മടക്കിയേക്കുകയാണ് ഉണ്ടായത്. തകരപ്പറമ്പിലെ മേൽപ്പാലത്തിന് താഴെ കിടന്നുറങ്ങുന്ന ഒരു വൃദ്ധനാണത്. കഴിഞ്ഞ ദിവസം നാട്ടികയിൽ വാഹനമോടിച്ചതുപോലെ മദ്യപിച്ച് ലക്കുകെട്ട ഒരാൾ വാഹനവുമായി ഇവിടേക്ക് എത്തിയാൽ ഈ കിടക്കുന്ന മനുഷ്യൻ്റെയൊക്കെ ജീവിതം അപകടത്തിലാകുമെന്ന് ഉറപ്പ്. ഇങ്ങനെ തെരുവോരങ്ങളിൽ കഴിയേണ്ടി വരുന്നവരും മനുഷ്യരാണ്. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ എന്തെല്ലാം നടപടികളാണ് വേണ്ടത് എന്ന് ആലോചിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. ഇനിയെങ്കിലും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നെല്ലിമുരുകിനൊപ്പം അമൽത്തേനപ്പറമ്പിൽ മാത്രം.